കേരളവും തമിഴ്നാടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ? കേരളം ഒരു നിലപാടെടുത്താൽ ചീഫ് സെക്രട്ടറി വേറൊരു നിലപാടെടുക്കും, ഗവർണർ വേറൊരു നിലപാടെടുക്കും, അതോടുകൂടി വലിയ വിവാദമാവും. തമിഴ്നാട് സർക്കാർ ഒരു തടവ് സ്വന്നാൽ അത് 100 തടവ് സ്വന്തമാതിരി. വന്ദേമാതരം നിർബന്ധമാക്കുന്നതിനെതിരെ തമിഴ്നാട് സർക്കാർ ഔദ്യോഗിക പരിപാടികളിൽ തമിഴ് തായ് വാഴ്ത്ത് ആദ്യം ആലപിക്കണമെന്ന പ്രമേയം നിയമസഭ പാസാക്കി. മുഖ്യമന്ത്രി സി ജോസഫ് വിജയാണ് പ്രമേയം അവതരിപ്പിച്ചത്. അഭിമാനം അടിയറവ് വയ്ക്കില്ലെന്നും അമ്മയെപ്പോലെയാണ് ഭാഷയെന്നും വിജയ് പറഞ്ഞു. நம்ம தமிழ் வெறும் மொழி மட்டுமல்ல, பேசினா வர்ற ஓசை மட்டுமல்ல, திரும்பவும் சொல்கிறேன், தமிழ் ஒரு மொழி மட்டுமில்ல, அது நம்ம உயிர், அது நம்ம உணர்வு. நம்மளை பெற்ற தாயை அம்மானு சொல்கிறப்பெல்லாம் பாசமும் சொந்தமும் நம்மளை அறியாமலே உயிரா உறவா உணர்வா தானா உள்ளுக்குள்ளே தோணும்ல. அதே மாதிரி ஏன் இன்னும் ஒரு படி மேலே போயே சொல்லலாம், தமிழ்னு சொன்னாலே எப்படி இருக்கும், என்ன ஆகும்னு சொல்லவா வேணும். தாய் எப்படி ஒரு மிகப்பெரிய புனிதமோ அப்படிதாங்க தாய்மொழியும். വൈഎസ് അഭിനന്ദുണ്ട് ഡൽഹിയിൽ നിന്നും. വൈഎസ് അഭിനന്ദ്, നമുക്കൊരു സർക്കാരുണ്ട്, നമ്മുടെ ചീഫ് സെക്രട്ടറി വന്ദേമാതരം കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ച് ഹർ ഹർ തിരങ്കിയിൽ പാടണമെന്ന് സർക്കുലർ ഇറക്കുന്നു, നോട്ടീസ് ഇറക്കുന്നു. തമിഴ്നാട്ടിലാണെങ്കിൽ അങ്ങനെ കേന്ദ്രത്തിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് വന്ദേമാതരം പാടാൻ കഴിയില്ല, തമിഴ് തായ് പാട്ട് ആദ്യം പാടും എന്ന് പ്രമേയം പാസ്സാക്കുന്നു. തമിഴ്നാട് രണ്ടും കരുതി കൽപ്പിച്ച് തന്നെയാണോ വന്ദേമാതരവുമായിട്ട് ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ല, ഞങ്ങളുടെ പ്രമേയം അനുസരിച്ചേ കാര്യങ്ങൾ ചെയ്യൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ തമിഴ്? ഡോക്ടർ അരുൺകുമാർ തീർച്ചയായിട്ടും നിലപാട് ധാർഷ്ട്യത്തോടു കൂടി പറയുകയാണ്. കേരളത്തിൽ നിന്ന് വിഭിന്നമായൊരു തീരുമാനം അത് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നു. അത് നടപ്പിലാക്കാൻ വേണ്ടി സി ജോസഫ് വിജയ് മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തുന്നു. ഇപ്പോൾ ആ പ്രമേയം ഔദ്യോഗികമായി തമിഴ്നാട് നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഇനി ഏതൊരു പരിപാടി, ഔദ്യോഗിക പരിപാടികൾ, സർവകലാശാലയുടെ പരിപാടികൾ, ഓഫീസുകളുടെ പരിപാടികൾ, അങ്ങനെ ഏത് പരിപാടി വന്നാലും തമിഴിന്റെ സംസ്ഥാന ഗീതമായ തമിഴ് തായ് വാഴ്ത്ത് പാടിയാണ് തുടങ്ങുന്നത് എന്ന് വ്യക്തമാവുകയാണ്. വന്ദേമാതരത്തുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രോട്ടോകോളുകൾക്ക് എതിരെ സംസ്ഥാന സർക്കാർ ഒന്നാകെ നിലപാട് സ്വീകരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമ്മയെ പോലെയാണ് ഭാഷയെന്നും ഭാഷയെ അനുസ്മരിക്കുന്ന രീതിയിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകുമെന്നും പറയുകയാണ്. അഭിമാനമാണെന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. തമിഴിന്റെ പെരുമയ്ക്ക് തിരുക്കുറൽ ഒന്ന് മാത്രം മതി. തായ് വാഴ്ത്ത് തമിഴ്നാടിന്റെ സംസ്ഥാന ഗീതമാണ്. സംസ്ഥാന ഗീതം ആലപിച്ചതിന് ശേഷം മാത്രം പരിപാടികളിലേക്ക് പോയാൽ മതി എന്നാണ്. ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനമുണ്ട്. ജൂലൈ 28-ാം തീയതി മനോന്മണിയം സുന്ദനാർ എന്ന വ്യക്തി ഉണ്ടായിരുന്നു. ഈ മനോന്മണിയം സുന്ദനാരാണ് തമിഴ് തായ് വാഴ്ത്ത് ഗീതം അത് രചിക്കുന്നത്. ആ സമയത്ത് ഒരു സർവകലാശാലയിലെ ഈ മനോന്മണിയം പേരിലുള്ള സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ ആദ്യം പാടിയത് വന്ദേമാതരമായിരുന്നു. പിന്നീട് ദേശീയഗാനം പാടി. അവസാനമാണ് തമിഴ് തായ് വാഴ്ത്ത് ഗാനം പാടിയത്. ഈ ആലപിച്ച ആളിന്റെ പേരിലുള്ള അല്ലെങ്കിൽ എഴുതിയ ആളിന്റെ പേരിലുള്ള സർവകലാശാലയിൽ ഇത്തരത്തിലുള്ള നീക്കം നടന്നതിനെതിരെ DMK ഉൾപ്പെടെ TVK സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുകയും ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രോട്ടോകോൾ വരുന്നു, വന്ദേമാതരം ദേശീയഗീതം അത് ആലപിക്കണം എന്നുള്ള നിർദ്ദേശം വരികയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇതൊരു തുടർ തീരുമാനത്തിലേക്ക്, നീക്കത്തിലേക്ക് കടക്കുന്നത്. തമിഴ് തായ് വാഴ്ത്ത് ഗാനം അത് ആലപിക്കണം, ആദ്യം ഏത് പരിപാടികളിലും അത് ആലപിക്കണം എന്നുള്ള കടുത്ത നിർദ്ദേശം അത് വെക്കുകയാണ്. ഔദ്യോഗിക പ്രമേയം തന്നെ അത് വരുന്നു. നിയമസഭയിൽ ഇപ്പോൾ ജോസഫ് വിജയ് അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം അറിയാം എന്താണ് ആ പ്രമേയത്തിന്റെ ഭാവി എന്നത്. അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള സർക്കാർ വന്ദേമാതരം നിർബന്ധമാക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് സർക്കാർ വിഭിന്നമായ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തമിഴകം ഇപ്പോൾ ഇതാ പാസാക്കിയിരിക്കുന്നു പ്രമേയം. തമിഴ് തായ് വാഴ്ത്തായിരിക്കും അവിടെ ആദ്യം ആലപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ തുട്ടൂരവുമായിട്ട് ഇങ്ങോട്ട് വരേണ്ട എന്ന് തമിഴ്നാട് സർക്കാർ ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നു. വന്ദേമാതരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം, തമിഴ് തായ് വാഴ്ത്ത് പ്രമേയം ഇപ്പോൾ പാസാക്കിയിരിക്കുന്നു. നോക്കൂ, അതേസമയം കേരളത്തിൽ ചീഫ് സെക്രട്ടറി ഹർ ഹർ തിരങ്ക പരിപാടിയുടെ ഭാഗമായി ചീഫ് സെക്രട്ടറി കുറിക്കുന്നു, വന്ദേമാതരം ആലപിക്കുന്നതിൽ കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണം. തമിഴ്നാട്ടിലെ വിജയ് സർക്കാർ അതാ ഒരു പ്രമേയം പാസാക്കുന്നു. തമിഴ് തായ് വാഴ്ത്തായിരിക്കും എല്ലാ പരിപാടികളിലും ഞങ്ങൾ ആലപിക്കാൻ പോകുന്നതെന്ന് തമിഴ്നാട് നിലപാടെടുക്കുന്നു. ഭാഷ അമ്മയെ പോലെയാണ്, അത് വിട്ടൊരു കളിയില്ല എന്ന് ജോസഫ് വിജയ് സർക്കാർ പറയുന്നു. അപ്പോൾ അവിടെയുള്ളതും ഇവിടെയുള്ളതും രണ്ടും സർക്കാരാണ്. പക്ഷെ അവിടെയുള്ളതും ഇവിടെ ഇല്ലാത്തതും അത് നട്ടലാണ് എന്ന് നാട്ടുകാർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു.